നോമ്പുകാലം 4-ാം ഞായറാഴ്ച നാം ധ്യാന വിഷയമാക്കുന്നത് മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമയാണ്. കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുവാനും എടുത്ത തീരുമാനങ്ങളിൽ മുന്നോട്ട് പോകുവാനും വീണുപോയിട്ടുണ്ടെങ്കിൽ നിരാശപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാനും ഈ ഉപമ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. 2 തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ നമുക്കിവിടെ കാണാനാകും. ഒന്നാമതായി ഉദാരമതിയായ സ്നേഹസമ്പന്നനായ കൃഷിക്കാരൻ. അദ്ദേഹം തൻ്റെ കൂട്ടിവയ്ക്കലുകളെല്ലാം കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ടാണ് യാത്രയാവുന്നത്. വിശ്വസ്തയോടെ താൻ നൽകിയതെല്ലാം അവർ സൂക്ഷിക്കുമെന്ന് വിശ്വസിച്ച കൃഷിക്കാരൻ. രണ്ടാമതായി ദാനമായി നൽകിയവയെ ദുരുപയോഗം ചെയ്യുന്ന കൃഷിക്കാർ. ഒന്നും നേടിയതല്ല, എല്ലാം നൽകപ്പെട്ടതാണെന്ന് തിരിച്ചറിവില്ലാത്ത കൃഷിക്കാർ. ഈ മുന്തിരിത്തോട്ടം ബാബേൽ ഗോപുരത്തിന് തുല്യമാണ്. പ്രശസ്തിക്കു വേണ്ടി അവർ ഗോപുരം പണിതതുപോലെ നമ്മളും മനുഷ്യത്വം മറന്ന് പണിത് കൂട്ടാനുള്ള തത്രപ്പാടിലാണ്. വൈറലാകുവാൻ റീൽസ് ഇടുന്നു. സ്വന്തം പേരിൽ മാത്രമുള്ള യൂട്യൂബ് കച്ചവടങ്ങൾ, ചില ധ്യാന കേന്ദ്രങ്ങളിൽ ചെന്നാൽ മാത്രം കിട്ടുന്ന അനുഗ്രഹങ്ങൾ, സഹായം ചെയ്തിട്ട് ഫ്ലക്സ് അടിക്കൽ, മറ്റുള്ളവർ സന്തോഷത്തിലാണെന്ന് അറിയുമ്പോൾ അവരുടെ ജീവിതം നശിപ്പിക്കാനുള്ള ഒരുമ്പെടൽ, പ്രഹസനങ്ങൾ മാത്രമാകുന്ന ഉദ്ഘാടനങ്ങൾ, പേരിനും പ്രശസ്തിക്കും വേണ്ടി ക്രിസ്തുവില്ലാതെ ആഘോഷം മാത്രമാകുന്ന തിരുനാളുകൾ, കടം മേടിച്ച് 10 പേരെ കാണിക്കാൻ ആർഭാടമാക്കുന്ന ആഘോഷങ്ങൾ, മറ്റുള്ളവർ കാണാൻ വേണ്ടിയുള്ള ആഭരണ ശേഖരങ്ങൾ, ദൈവം തന്ന യഥാർത്ഥ സൗന്ദര്യത്തെ മാറ്റിമറിക്കുന്ന മേക്കപ്പുകൾ, ഇതെല്ലാം തകരാനുള്ള ബാബേൽ ഗോപുരങ്ങളാണ്. തകരാത്ത ഒരു ഗോപുരമേയുള്ളൂ പെന്തക്കുസ്ത. ആത്മാവില്ലാത്തതെല്ലാം തകർന്നു വീഴും. ഈ മുന്തിരിത്തോട്ടം രക്ഷാകര ചരിത്രത്തിൻ്റെ തുടർച്ചയാണ്. പീഡാനുഭവ വെള്ളിയെക്കുറിച്ചുള്ള ഈശോയുടെ കുരിശ് യാത്രയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. സ്വപുത്രനെ അവരുടെ ഇടയിലേക്ക് പിതാവ് അയക്കുമ്പോൾ അവനാണ് അവകാശി, അവനെ പിടിച്ച് കൊന്നുകളയാമെന്ന് പറഞ്ഞ് വെളിയിലേക്ക് എറിഞ്ഞ് കൊന്നുകളയുന്നു. ഇത് ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ ഓർമ്മയാണ്. ചില മുന്നറിയിപ്പുകൾ ഈ ഉപമയിൽ നൽകപ്പെടുന്നുണ്ട്. ക്രിസ്തുവിനെ തിരസ്കരിച്ച നിയമജ്ഞരോടും ഫരിസയരോടും ജനക്കൂട്ടത്തോടും മാനസാന്തരപ്പെടണമെന്ന് തിരുത്തൽ കൂടിയാണ് ഈ ഉപമ. നമ്മളും പലപ്പോഴും അങ്ങനെയാണ്. ദൈവം തരുന്ന മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നവരാണ്. തോട്ടത്തിലെ കൃഷിക്കാർ അങ്ങനെയായിരുന്നു. അവരുടെ ദുഷ്പ്രവർത്തികൾ കണ്ട് അവരെ നശിപ്പിച്ച യജമാനൻ ആ മുന്തിരിത്തോട്ടം മറ്റു കൃഷിക്കാരെ ഏൽപ്പിക്കുന്നു. നമുക്ക് യോഗ്യതയില്ലാത്ത മറ്റുള്ളവരുടെ അവകാശങ്ങളെ സ്വന്തമാക്കാൻ പരിശ്രമിക്കരുത്. ഈശോ പറയുന്നു, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. സ്നേഹമുള്ളവരെ, ഒന്നാമതായി മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരെ പോലെ നാം ആവരുത്. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ഇഷ്ടമാവണം. ഡു വാട്ട് യു ലവ്, ലവ് വാട്ട് യു ഡു. ഇഷ്ടപ്പെട്ടത് ചെയ്യുക, ചെയ്യുന്നത് ഇഷ്ടത്തോടെ ആവുക. ഇവയെല്ലാം ദൈവേഷ്ടമാണെന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമതായി യജമാനൻ ഏൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നവരാകണം. നമ്മൾ കാര്യസ്ഥന്മാരല്ല, കാവൽക്കാർ മാത്രമാണെന്ന് മറക്കരുത്. എന്താണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നവ? നമ്മുടെ സമയം, ആരോഗ്യം, കുടുംബം, ഇടവക, സുഹൃത്തുക്കൾ, ഇവയെല്ലാം നമുക്ക് ലഭിച്ചവയാണ്. വിശ്വസ്തയോടെ ആത്മാർത്ഥതയോടെ കാത്തു സൂക്ഷിക്കുന്ന കാവൽക്കാരാവണം. മൂന്നാമതായി യജമാനനെ കാത്തിരിക്കണം, ഒരുങ്ങിയിരിക്കണം. അവൻ തിരിച്ചു വരില്ലെന്ന ഉറപ്പിലല്ല, മറിച്ച് തനിക്ക് നൽകപ്പെട്ടവയെല്ലാം ഇന്നല്ലേ നാളെ തിരികെ നൽകണമെന്ന ഉറപ്പിൽ വിശ്വസ്തയോടെ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.